സ്നേഹമുള്ളവരെ, ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യുമല്ലോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോവുക 2026 ലോഗോസിൻ്റെ പഠന ഭാഗമായ സഭാപ്രസംഗകൻ്റെ പുസ്തകത്തിലെ 5-ാം അധ്യായത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 60 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ചോദ്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം കേട്ട് ഉത്തരങ്ങൾ മനഃപ്പാഠമാക്കാനായി ശ്രദ്ധിക്കുമല്ലോ. ലോഗോസ് പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കും വാങ്ങുന്ന തരത്തിൽ പഠിച്ചൊരുങ്ങുവാനായിട്ട് 100 മാതൃകാ പരീക്ഷകളുടെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ഈ ചാനലിൽ നടത്തുന്നുണ്ട്. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് രജിസ്ട്രേഷൻ ഫീസായ 300 രൂപ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം ഗൂഗിൾ പേ ചെയ്ത സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷ എഴുതുവാനുള്ള ഗൂഗിൾ ഫോം ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും ഇതേ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഇതിനോടകം കഴിഞ്ഞു പോയ മോക്ക് ടെസ്റ്റുകളുടെ ലിങ്കുകളും ഷെയർ ചെയ്യുന്നതായിരിക്കും. 1. സഭാപ്രസംഗകൻ 5-ാം അധ്യായത്തിൻ്റെ ആദ്യ തലക്കെട്ട് എന്ത്? ഉത്തരം ദൈവഭക്തി. 2. സഭാപ്രസംഗകൻ അധ്യായം 5-ൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? ഉത്തരം 20. 3. എവിടേക്ക് പോകുമ്പോഴാണ് സൂക്ഷ്മതയുള്ളവൻ ആയിരിക്കേണ്ടത്? ഉത്തരം ദേവാലയത്തിലേക്ക്. 4. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ എന്തുള്ളവനായിരിക്കണം? ഉത്തരം സൂക്ഷ്മത. 5. എന്തിനു വേണ്ടി അടുത്തു ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തേക്കാൾ ഉത്തമം? ഉത്തരം ശ്രദ്ധിച്ചു കേൾക്കാൻ. 6. ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്തു ചെല്ലുന്നത് ആരുടെ ബലിയർപ്പണത്തേക്കാൾ ഉത്തമമാണ്? ഉത്തരം വിഡ്ഢിയുടെ. 7. ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്തു ചെല്ലുന്നത് വിഡ്ഢിയുടെ എന്തിനേക്കാൾ ഉത്തമമാണ്? ഉത്തരം ബലിയർപ്പണത്തേക്കാൾ. 8. തങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ആരാണ് അറിയാത്തത്? ഉത്തരം ഭോഷന്മാർ. 9. തങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യം എന്താണെന്നാണ് ഭോഷന്മാർ അറിയാത്തത്? ഉത്തരം തിന്മയാണെന്ന്. 10. സഭാപ്രസംഗകൻ 5:2 പ്രകാരം എങ്ങനെയാണ് സംസാരിക്കരുത് എന്ന് പറയുന്നത്? ഉത്തരം വിവേകശൂന്യമായി. 11. എവിടെ പ്രതിജ്ഞ എടുക്കാനാണ് തിടുക്കം കൂട്ടരുതാത്തത്? ഉത്തരം ദൈവസന്നിധിയിൽ. 12. ദൈവസന്നിധിയിൽ എന്തെടുക്കുവാനാണ് തിടുക്കം കൂട്ടരുതാത്തത്? ഉത്തരം പ്രതിജ്ഞ. 13. ദൈവം എവിടെയാണ്? ഉത്തരം സ്വർഗത്തിൽ. 14. ദൈവം സ്വർഗത്തിലാണെങ്കിൽ നീ എവിടെയാണ്? ഉത്തരം ഭൂമിയിൽ. 15. ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലും ആയതുകൊണ്ട് നിന്റെ വാക്കുകൾ എന്തായിരിക്കട്ടെ? ഉത്തരം ചുരുങ്ങിയിരിക്കട്ടെ. 16. ആകുലതയേറുമ്പോൾ എന്താണ് കൂടുന്നത്? ഉത്തരം ദുസ്വപ്നങ്ങൾ. 17. എപ്പോഴാണ് ദുസ്വപ്നങ്ങൾ കൂടുക? ഉത്തരം ആകുലതയേറുമ്പോൾ. 18. വാക്കുകളേറുമ്പോൾ അത് എന്തായി മാറും? ഉത്തരം മൂഢജൽപ്പനം. 19. ദൈവത്തിന് എന്ത് നേർന്നാലാണ് നിറവേറ്റാൻ താമസിക്കരുതാത്തത്? ഉത്തരം നേർച്ച. 20. ആർക്ക് നേർച്ച നേർന്നാലാണ് നിറവേറ്റാൻ താമസിക്കരുതാത്തത്? ഉത്തരം ദൈവത്തിന്. 21. ആരിലാണ് അവിടുത്തേക്ക് പ്രീതിയില്ലാത്തത്? ഉത്തരം മൂഢരിൽ. 22. നേർന്നിട്ട് നിറവേറ്റാത്തതിനേക്കാൾ ഭേദം എന്താണ്? ഉത്തരം നേരാതിരിക്കുന്നത്. 23. നിന്റെ അധരങ്ങൾ നിന്നെ എന്തിലേക്കാണ് നയിക്കാതിരിക്കട്ടെ? ഉത്തരം പാപത്തിലേക്ക്. 24. എന്താണ് നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ എന്ന് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം അധരങ്ങൾ. 25. തെറ്റുപറ്റിയതാണെന്ന് ആരോടാണ് പറയാൻ ഇടവരരുത് എന്ന് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ദൂതനോട്.
26. നിന്റെ വാക്കുകൾ ആരെ പ്രകോപിപ്പിച്ചാലാണ് നിന്റെ അധ്വാനം നശിക്കാൻ ഇടയാകുക? ഉത്തരം ദൈവത്തെ. 27. എന്ത് കൂടുമ്പോഴാണ് പൊള്ളവാക്കുകൾ വർദ്ധിക്കുക? ഉത്തരം സ്വപ്നങ്ങൾ. 28. സ്വപ്നങ്ങളേറുമ്പോൾ പൊള്ളവാക്കുകൾ വർദ്ധിക്കുന്നു. അതുകൊണ്ട് ആരെയാണ് ഭയപ്പെടേണ്ടത്? ഉത്തരം ദൈവത്തെ. 29. സഭാപ്രസംഗകൻ 5-ാം അധ്യായത്തിലെ 2-ാമത്തെ തലക്കെട്ട് എന്ത്? ഉത്തരം ദാരിദ്ര്യവും സമ്പത്തും. 30. ഒരു ദേശത്ത് ആരാണ് മർദ്ദിക്കപ്പെടുന്നത്? ഉത്തരം ദരിദ്രർ. 31. എന്താണ് നിഷ്കരുണം നിഷേധിക്കപ്പെടുന്നത്? ഉത്തരം നീതിയും ന്യായവും. 32. നീതിയും ന്യായവും നിഷ്കരണം നിഷേധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നീ എന്ത് ചെയ്യരുത് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം വിസ്മരിക്കരുത്. 33. മേലധികാരിയെ ആരാണ് നിരീക്ഷിക്കുന്നത്? ഉത്തരം അവന് മുകളിലുള്ളവൻ. 34. എന്തിന്റെ വിളവാണ് എല്ലാവർക്കും ഉള്ളത്? ഉത്തരം ഭൂമിയുടെ. 35. രാജാവിനും എന്തിൽ ആശ്രയിക്കാതെ വയ്യ? ഉത്തരം വിളവിൽ. 36. ആർക്കാണ് ദ്രവ്യം കൊണ്ട് തൃപ്തി വരാത്തത്? ഉത്തരം ദ്രവ്യാഗ്രഹിക്ക്. 37. ധനം മോഹിക്കുന്നവന് ധനം കൊണ്ട് എന്ത് ഭരിക്കുകയില്ല? ഉത്തരം തൃപ്തി. 38. വിഭവങ്ങളേറുമ്പോൾ ആരുടെ എണ്ണമാണ് പെരുകുന്നത്? ഉത്തരം അത് തിന്നൊടുക്കുന്നവരുടെ. 39. നോക്കി നിൽക്കാനല്ലാതെ ആർക്കാണ് അതുകൊണ്ട് എന്ത് പ്രയോജനമെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ഉടമസ്ഥന്. 40. ഭക്ഷിക്കുന്നത് അല്പമോ അധികമോ ആകട്ടെ, അധ്വാനിക്കുന്നവന് എന്ത് ലഭിക്കുന്നു? ഉത്തരം സുഖനിദ്ര. 41. എന്തു ചെയ്യുന്നവനാണ് സുഖനിദ്ര ലഭിക്കുന്നത്? ഉത്തരം അധ്വാനിക്കുന്നവന്. 42. അമിത സമ്പാദ്യം ആരുടെ ഉറക്കമാണ് കെടുത്തുന്നത്? ഉത്തരം ധനികന്റെ. 43. എന്താണ് ധനികന്റെ ഉറക്കം കെടുത്തുന്നത്? ഉത്തരം അമിത സമ്പാദ്യം. 44. എന്തിനു കീഴെയാണ് വലിയ തിന്മ കണ്ടത്? ഉത്തരം സൂര്യന്. 45. ധനികൻ തന്റെ എന്തിനാണ് മുതൽ സൂക്ഷിക്കുന്നത്? ഉത്തരം നാശത്തിന്. 46. ആരാണ് തന്റെ നാശത്തിന് മുതൽ സൂക്ഷിക്കുന്നത്? ഉത്തരം ധനികൻ. 47. ധനികൻ സൂക്ഷിച്ച മുതലിന് ഒരു സാഹസയത്നത്തിൽ എന്ത് സംഭവിക്കുന്നു? ഉത്തരം നഷ്ടപ്പെടുന്നു. 48. ആർക്ക് കൊടുക്കുവാനാണ് അവന്റെ കൈവശം ഒന്നുമില്ലാതായത്? ഉത്തരം തന്റെ പുത്രന്. 49. ആരുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതുപോലെയാണ് നഗ്നനായി തന്നെ അവൻ പോകുക? ഉത്തരം അമ്മയുടെ. 50. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതുപോലെ എങ്ങനെയാണ് അവൻ പോകുക? ഉത്തരം നഗ്നനായി തന്നെ. 51. അവന്റെ പ്രയത്നഫലത്തിൽ ഒന്നും അവൻ എന്തു ചെയ്യുകയില്ല? ഉത്തരം കൊണ്ടുപോവുകയില്ല. 52. എന്താണ് അവൻ കൊണ്ടുപോകാത്തത്? ഉത്തരം പ്രയത്നഫലം. 53. പൂരിപ്പിക്കുക. അതും വലിയ ഡാഷ് അവൻ വന്നതുപോലെ തന്നെ പോകും. ഉത്തരം തിന്മയാണ്. 54. പൂരിപ്പിക്കുക. വ്യർത്ഥ പ്രയത്നം കൊണ്ടും അന്ധകാരത്തിലും ഡാഷ് ആകുലതയിലും രോഗത്തിലും അസംതൃപ്തിയിലും തള്ളി നീക്കിയ ജീവിതം കൊണ്ടും അവൻ എന്ത് പ്രയോജനം? ഉത്തരം വിലാപത്തിലും. 55. ദൈവദത്തമായി എന്താണ് മനുഷ്യൻ തിന്നും കുടിച്ചും കഴിയുന്നത്? ഉത്തരം ഈ ഹ്രസ്വ ജീവിതം. 56. എന്ത് ആസ്വദിച്ചു കഴിയുന്നതാണ് ഉത്തമവും യോഗ്യവുമായി സഭാപ്രസംഗകൻ കണ്ടിട്ടുള്ളത്? ഉത്തരം അധ്വാനഫലം. 57. എന്ത് അനുഭവിക്കാനുള്ള കഴിവ് നൽകിയാണ് ദൈവം ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുക? ഉത്തരം സമ്പത്തും സമൃദ്ധിയും. 58. ഓരോ വ്യക്തിയും തന്റെ എന്തിനെയാണ് മാനിക്കുകയും അധ്വാനഫലം ആസ്വദിക്കുകയും ചെയ്യേണ്ടത്? ഉത്തരം അവസ്ഥയെ. 59. ജീവിതത്തിന്റെ എന്ത് കൊഴിഞ്ഞു പോകുന്നതിനെ കുറിച്ചാണ് അവൻ പര്യാകുലൻ അല്ലാത്തത്? ഉത്തരം ദിനങ്ങൾ. അവസാനത്തെ ചോദ്യം 60. ദൈവം അവന്റെ ദിനങ്ങൾ എന്താക്കി തീർക്കുന്നു? ഉത്തരം സന്തോഷഭരിതമാക്കുന്നു. ലോഗോസ് പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ചൊരുങ്ങുവാനായിട്ട് ഒരു സമ്പൂർണ്ണ ലോഗോസ് പഠന സഹായി സത്യദീപത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. 125 രൂപയാണ് ഈ മാതൃക ചോദ്യോത്തരങ്ങളുടെ ബുക്കിൻ്റെ വില.
മാർലൂയിസിൻ്റെ കറുകുറ്റിയിലും എറണാകുളത്തുമുള്ള ബുക്ക് സ്റ്റാളുകളിൽ ഈ ബുക്ക് ലഭ്യമാണ്. ആർക്കെങ്കിലും ഈ ബുക്ക് തപാൽ വഴി ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൊറിയർ ചാർജായ 50 രൂപ ഉൾപ്പെടെ 175 രൂപ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്ത് ശേഷം ഈ നമ്പറിലേക്ക് തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ അഡ്രസ്സും അയച്ചാൽ ഈ ബുക്ക് തപാലിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഇടവക തലത്തിൽ 25 കോപ്പിയിൽ കൂടുതൽ ആവശ്യപ്പെടുന്നവർക്ക് 125 രൂപ വില വരുന്ന ഈ ബുക്ക് 100 രൂപ നിരക്കിൽ ലഭ്യമാക്കുന്നതായിരിക്കും. ബുക്കിൻ്റെ വിശദ വിവരങ്ങൾ അറിയുവാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.